അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഡെയിലി 2-3 വീഡിയോകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മുനമ്പം വിഷയം ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഗീത ചാനലുകളായിട്ടുള്ള കാസ, ജനം TV, മറുനാടൻ, ABC, സെക്കന ചാനൽ എന്നീ പറയുന്നവരെല്ലാം ഇവരുടെയും ഉദ്ദേശം ഇതിനൊരു പരിഹാരമാണോ? അല്ല. വാസ്തവത്തിൽ അവരങ്ങനെ വന്ന് ഈ വിഷയം കത്തിച്ചു നിർത്തിയില്ല, അവരുടെ വീഡിയോകൾ ഓടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുപ്പിൽ തീ പുകയുകയില്ല. ഇത് സത്യമാണ്. കാരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട്, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ഇവരും ഇവരെ ചുറ്റിപ്പറ്റി 3-4 സ്റ്റാഫുകളും അതുപോയിട്ട് ഇന്റർവ്യൂ നടത്താനൊക്കെ പോകുന്നവരും ഒക്കെ ചെലവ് അവർ കഴിഞ്ഞുകൂടുന്നത് ഈ ഒരു വിഷയത്തിൽ നിന്നാണ്. ആദ്യമായിട്ട് പൊതുജനം അത് മനസ്സിലാക്കുക. ഈ പറയുന്ന വ്യക്തികൾക്കൊന്നും ഈ വഖഫുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ മറ്റൊരു താല്പര്യം അവർക്കില്ല എന്ന് അവിടുത്തെ പാവപ്പെട്ടിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കുക. എന്നെ പോലുള്ളവർ വന്ന് സത്യം പറയുന്നത്, ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടില്ല, ആഡ്സെൻസ് അക്കൗണ്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ വീക്ഷണത്തിൽ യൂട്യൂബിന്റെ വരുമാനം തികച്ചും ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഇവരുടെ വീഡിയോകൾ ഓടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അവർ വീഡിയോകൾ ഓടിക്കുന്നത്? ഇതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് വേണ്ടത് കളവാണ്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ചാനലുകാരുടെ കളവ് അജണ്ട, ആ കളവ് അജണ്ടയുടെ ഭാഗമായി കൊണ്ടാണ് ഇവർ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന തെളിവ്, ആയില്യം തിരുനാൾ രാജാവ് പാട്ടത്തിന് കൊടുത്തിട്ടുള്ള സ്ഥലമാണ്, ആ സ്ഥലം എങ്ങനെയാണ് വഖഫ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആരോ ഒരാൾ ഇത് പറഞ്ഞതിന് ശേഷം ചുരുങ്ങിയത് 10-20-30 ചാനലുകാർ ഇത് ആവർത്തിച്ചു. ആയില്യം തിരുനാൾ പാട്ടത്തിന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഈ കളവ് കുറെ നാളുകൾ ഇങ്ങനെ പറഞ്ഞു മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഏതോ ഒരാള് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഗൂഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനവും മരണവും ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇദ്ദേഹത്തിന്റെ പേര് ആയില്യം തിരുനാൾ ബാലരാമവർമ്മ. ജനനം, ഇദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് മാർച്ച് 14, 1832. ജന്മസ്ഥലം തിരുവനന്തപുരം. മരണം മെയ് 30, 1880. 48 വയസ്സ് പ്രായത്തിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുഴിമാടത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടാണോ ഈ സ്വത്ത് പാട്ടം കൊടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് 1-2 പേര് രംഗത്ത് വന്നു. അതോടെ ഇവരത് മുക്കി. ഇങ്ങനെ ഒരു സംഭവം. ആയില്യം തിരുനാൾ എന്നുള്ള വിഷയം മാറ്റി. എന്നാൽ ഇന്നും ചില ആളുകൾ അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജ്. ആ ഫേസ്ബുക്ക് പേജിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് 23 ഒക്ടോബർ 1902 ആയില്യം തിരുനാൾ മഹാരാജാവ് എറണാകുളം മുനമ്പത്തെ 404 ഏക്കർ ഭൂമി കൃഷി ചെയ്യുന്നതിനായി ഒരു സത്താർ സേട്ട് എന്ന വ്യക്തിക്ക് പാട്ടത്തിന് നൽകുകയുണ്ടായി. ഈ ആയില്യം തിരുനാൾ മഹാരാജാവ് അദ്ദേഹം മെയ് 30 1880 അദ്ദേഹം കാലം ചെയ്യുകയുണ്ടായി. ആ വ്യക്തി എങ്ങനെയാണ് അബ്ദുൽ സത്താറിന് പാട്ടത്തിന് സ്വത്ത് കൊടുക്കുക? അപ്പോൾ വക്കീൽമാരെ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു ഭാഷയാണ് ലോയർ എന്നുള്ളത്. പക്ഷെ അവര് അതിന്റെ സ്പെല്ലിങ്ങിൽ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ലയർ ആയി മാറുകയാണ്, കളവ് പറയുന്നവർ. അങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ കളവ് പറയുന്നവരാണ് മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന വക്കീൽമാർ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ മുനമ്പം വഖഫ് വിഷയമായി കൊണ്ട് വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ചാനലാണ് സെക്കന ചാനൽ. ആ സെക്കന ചാനലിനകത്ത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അവർക്കുണ്ട്. എന്നാൽ അവരുടെ മണ്ടയിലൊന്നുമില്ല. വായിൽ തോന്നിയത് വിളിച്ചു പറയുക, വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്നാണ് ആ ചാനലുകാരുടെ ഒരു പോളിസി. ആ ചാനലുകാർ പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ശേഷം ഇപ്പോൾ മുനമ്പത്ത് എത്തി നിൽക്കുന്ന വഖഫോട് 1902 ഭരണകർത്താവായിരുന്ന ആയില്യം തിരുനാൾ രാജാവ് സത്താർ സേട്ട് എന്നയാൾക്ക് കൃഷി ചെയ്യാൻ മുനമ്പത്തെ പ്രോപ്പർട്ടി പാട്ടത്തിന് കൊടുക്കുകയും 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം സത്താർ സേട്ടുവിൽ നിന്ന് കൈമറിഞ്ഞ വസ്തു ചാർച്ചക്കാരനായ സിദ്ദിഖ് സേട്ടുവിന് കൊടുക്കുകയും സിദ്ദിഖ് സേട്ടു ആകട്ടെ 1950 ആ വസ്തു 875 എന്ന നമ്പറുള്ള ആധാര രേഖയോടെ കോഴിക്കോട് ഫറൂഖ് കോളേജിന് പാട്ടത്തിന് കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇന്ന് വരെ കേട്ടിട്ടുള്ളത്. കേട്ടല്ലോ. ആയില്യം തിരുനാൾ
രാജാവ് പാട്ടത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഖിന ചാനലിന് അതിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അതിനെ ലൈക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. മനുഷ്യരെ സത്യസന്ധതയെ നിങ്ങൾ പുലർത്തുക. അത് മുസ്ലിം ആണെന്നുണ്ടെങ്കിലും മറ്റു മതസ്ഥരാണെന്നുണ്ടെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. ഇനി ഇപ്പോൾ ഈ കളവ് പൊളിഞ്ഞു. ഈ കളവ് പൊളിഞ്ഞപ്പോൾ ഈ സ്വത്ത് വഖഫല്ല, ഇതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി പുതിയ ഒരു കണ്ടുപിടുത്തം കൊണ്ടുവന്നു. അത് ജനസമക്ഷം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശങ്കരൻ വക്കീലാണ്. 1902 തിരുവിതാംകൂർ മഹാരാജാവ് കൊച്ചിയിലെ ഒരു പൗരപ്രമുഖനായിരുന്നു സത്താർ സേട്ട് പാട്ടത്തിന് കൊടുത്ത സ്ഥലം 404 ഏക്കർ വസ്തുണ്ട്, 40 ഏക്കർ കായലുണ്ട്. ശങ്കരൻ വക്കീല് ഒരു ഉണ്ടയില്ല വെടി എയറിലേക്ക് വെടിവെച്ചു. അതിൽ പറഞ്ഞത് തിരുവിതാംകൂർ മഹാരാജാവ് അബ്ദുൽ സത്താർ ഹാജി മൂസ എന്ന് പറയുന്ന വ്യക്തിക്ക് പാട്ടത്തിന് കൊടുത്തു എന്നാണ്. പിന്നെ അത് ജനങ്ങളെ ഏറ്റുപിടിച്ചു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുനമ്മം വഖഫ് എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ ആദ്യം വരുന്ന കമന്റ് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്ത സ്വത്താണ് എന്ന്. ഈ തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്തു എന്നതിന് ആധികാരികമായിട്ടുള്ള എന്ത് പ്രമാണമാണ് ഉള്ളത്? തന്നെയുമല്ല, സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ചോദ്യം ചെയ്യുന്നത് കൊച്ചി രാജാവിന്റെ മൂക്കിന് താഴെയുള്ള മുനമ്പം, ആ മുനമ്പത്തെ സ്വത്തിന്റെ ജുഡീഷ്യറി അധികാരം അത് കൊച്ചി രാജാവിനാണോ അതോ തെക്കേ അറ്റത്ത് കിടക്കുന്ന തിരുവിതാംകൂർ മഹാരാജാവിനാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കള്ളപ്രചരണത്തിനും വാല്യൂ ഇല്ലാതെയായി. അപ്പോൾ ഇവിടെ ഇവരുടെ രണ്ടാമത്തെ കളവും അത് ഏകദേശം നിർവീര്യമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ മഹാരാജാവ് അബ്ദുൽ സത്താർ ഹാജി മൂസ എന്ന് പറയുന്ന വ്യക്തിക്ക് പാട്ടത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ മുഹമ്മദ് സിദ്ദീഖിന് ഇതിനെങ്ങനെ പട്ടയം കിട്ടി എന്ന ചോദ്യവും മുൻപോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കളവും ഏകദേശം നിർവീര്യമായി. ഇനി മൂന്നാമതൊരു കളവ് കണ്ടുപിടിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ് സ്റ്റാലിൻ ദേവൻ. ഈ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരു ഹിന്ദുവാണ്, ഒരു മൂത്ത സംഖ്യയും കൂടിയാണ് ഇദ്ദേഹം. ഈ വ്യക്തിയെ കാസ, മറുനാടൻ, ABC, ജനൻ TV, ഷെയ്ഖിന ചാനൽ ഇവരെല്ലാവരും ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തു. കാരണം എന്തെന്നാൽ ഞാൻ വഖഫ് ബോർഡിനെ അടിവേരറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. 1950 പിന്നിലേക്ക് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആമിനാബായി എന്ന് പറയുന്ന ഒരു 6 വയസ്സുകാരിക്ക് അവർക്ക് കൊടുക്കേണ്ട സ്വത്താണ് മുഹമ്മദ് സിദ്ദീഖ് അടിച്ചെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് 875 1123 അത് നിങ്ങൾക്ക് 875 നമ്പർ ആധാരം 1123 ആധാരം ഞാൻ കലക്കി കുടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു സത്യം കണ്ടെത്തിയത് എന്തെന്നാൽ ഈ സ്വത്തുക്കൾ ആക്ച്വലി ഇത് ഒരു മൈനറിന്റെ അവകാശത്തിൽപ്പെട്ടിട്ടുള്ള സ്വത്തുക്കളാണ്. ആ മൈനറിന്റെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ മൈനറിന് കിട്ടേണ്ട അവകാശങ്ങൾ ലഭിക്കാതെ ആ മരിച്ചുപോയ പിതാവിന്റെ 4 സഹോദരിമാർക്കാണ് ആ സ്വത്തുക്കളൊക്കെ ഭാഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്വത്താണ് ജിംബുബായി എന്ന് പറയുന്ന സ്ത്രീക്ക്, ഈ കുട്ടിയുടെ മൈനറിന്റെ പിതാവിന്റെ സ്വത്തിൽ നിന്ന് ജിംബുബായി സഹോദരിക്ക് കിട്ടിയിട്ടുള്ള സ്വത്തിൽ നിന്നാണ് സിദ്ദീഖ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് ആക്ച്വലി തൊണ്ടി മുതലാണ്, കളവ് മുതലാണ് ഈ മുഹമ്മദ് സിദ്ദീഖ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം അടിവേറിറക്കുന്നത്. ആ വിഷയത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. വിഷയത്തിൽ വളരെയധികം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഇതിനെക്കുറിച്ച് കുറെ പുതിയ തെളിവുകൾ കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ആ തെളിവ് എന്താണ്? ആ തെളിവിന്റെ പ്രാധാന്യം ഇവിടെ എന്താണ്? എനിക്ക് കിട്ടിയ തെളിവ് മാരകമാണ്. അതായത് മുനമ്പം വസ്തു വഖഫാണെന്നും അത് വഖഫ് ബോർഡിനും അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന വഖഫ് ബോർഡിന്റെ ക്ലെയിമിന്റെ അടിവേര് അറക്കുന്ന ഒരു കണ്ടെത്തലാണ് ഞാൻ നടത്തിയത്. അത് 1945 ആണ് സംഭവിച്ചത്. മൂസ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെടുന്നു. അദ്ദേഹത്തിന് അന്ന് 6 വയസ്സുള്ള മൈനറായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് നമ്മുടെ കഥയിലെ കഥാനായിക. ഇന്നും മുനമ്പത്തിന്റെ ഭാവി തീർച്ചയായിട്ടും ആമനയുടെ പേരിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആമനയാണ്
തീരുമാനിക്കാൻ പോകുന്നത് മുനമ്പം ഒരു വഖഫാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായി സ്റ്റാലിൻ ദേവൻ മനസ്സിലാക്കി തരികയുണ്ടായിരുന്നു. ഈ വഖഫ് സ്വത്ത്, മുനമ്പത്തെ 404 ഏക്കർ സ്വത്ത് എന്ന് പറയുന്നത് അത് വഖഫല്ല, മറിച്ച് ഇതൊരു തൊണ്ടി മുതലാണ്. ഇതിന്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് ആമിനാബായി, അന്ന് 6 വയസ്സുണ്ടായിരുന്ന ആമിനാബായി, ഇന്ന് 85 വയസ്സുള്ള ആമിനാബായി ഇന്നും അവർ ജീവിച്ചിരിക്കുന്നു. അവരുടെ മകളുടെ കൂടെ ചെറിയ രീതിയിലുള്ള വാർദ്ധക്യ സഹജമായ ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആരോഗ്യവതിയായിക്കൊണ്ട് തന്നെ അവരിന്നും ജീവിച്ചിരിക്കുന്നു. അവരുടെ തൊണ്ടി മുതലാണ് ഈ 404 ഏക്കർ എന്നാണ് സ്റ്റാലിൻ ദേവൻ പൊതുജന സമൂഹം വന്ന് പറയുന്നത്. മുനമ്പത്തിന്റെ ഭാവി തീർച്ചയായിട്ടും ആമനയുടെ പേരിലായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആമനയാണ് തീരുമാനിക്കാൻ പോകുന്നത് മുനമ്പം ഒരു വഖഫാണോ അല്ലയോ എന്ന്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ എന്തെന്നാൽ, സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഒരു നെക്ലേസ് ഉണ്ട്. ഇവര് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു കള്ളൻ വന്ന് ഭവനഭേദനം നടത്തിക്കൊണ്ട് ഈ നെക്ലേസ് കട്ടുകൊണ്ടു പോകുന്നു. സ്റ്റാലിൻ ദേവൻ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നു. ആ കംപ്ലൈന്റിൽ അദ്ദേഹം ഈ നെക്ലേസ് ഇദ്ദേഹത്തിന്റെ ഭാര്യ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രവും കൊടുക്കുന്നു. അത് വാങ്ങിച്ചിട്ടുള്ള ഇൻവോയ്സും കൊടുക്കുന്നു. FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. ഈ കഥയുടെ മറ്റൊരു ഭാഗം എന്തെന്നാൽ, ഈ സ്റ്റാലിൻ ദേവിന്റെ വീടിന്റെ കുറെ ദൂരെ, കിലോമീറ്റർ കണക്കിന് ദൂരെ ഒരു വില്ലേജ്, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഞാൻ താമസിക്കുന്നു. എന്റെ വീടിന്റെ അടുത്തായിട്ട് ഒരു തട്ടാൻ ഇരുന്നിട്ട് അദ്ദേഹം ആരെങ്കിലുമൊക്കെ പഴയ സ്വർണങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങിക്കൊണ്ട് അതിനെ ഉരുക്കി പുതിയ അതിനെ ആഭരണങ്ങളാക്കി വിൽക്കുന്ന ഒരു തട്ടാൻ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പഴയ സ്വർണം വിൽക്കാൻ വരുമ്പോൾ എന്നോട് പറയണം. അപ്പോൾ പണിക്കൂലി ഇല്ലാതെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്വർണം ലഭിക്കുമല്ലോ, ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഉദ്ദേശത്തിലാണ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ വരൂ, ഇവിടെ ഒരു നെക്ലേസ് വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് ആ നെക്ലേസ് വാങ്ങിക്കുന്നു 1 ലക്ഷം രൂപയ്ക്ക്. അദ്ദേഹം തട്ടാൻ പറയുന്നത് 1,20,000 മിനിമം വില വരും നിങ്ങൾക്കിത് പുറത്തു നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, പണിക്കൂലി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് 1 ലക്ഷത്തിന് ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ നെക്ലേസ് വാങ്ങിക്കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. ഭാര്യ അത് വളരെ സന്തോഷത്തോടു കൂടി ഉപയോഗിക്കുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. 10 വർഷം കഴിഞ്ഞു പോകുന്നു. അപ്പോൾ 10 വർഷത്തിന് ശേഷം പോലീസ് എൻ്റെ വീട്ടിൽ വരുന്നു. എന്നോട് ചിത്രം കാണിച്ചു തരുന്നു നെക്ലേസിന്റെ. സ്റ്റാലിൻ ദേവന്റെ ഭാര്യ അണിഞ്ഞു നിൽക്കുന്നത്. ഞാൻ എന്നോട് ചോദിച്ചു, ഈ നെക്ലേസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ആ തൊണ്ടി സാധനം, അതിനെ ഒരു ബാഗ്, ഒരു തുണിയുടെ ഒരു സഞ്ചി, അത് തുറന്നിട്ട് അതിലേക്ക് ഇടാൻ പറഞ്ഞ് ഇട്ട് ഞാൻ അതിനെ ചരട് വലിച്ച് ക്ലോസ് ചെയ്തിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കള്ളനും ഉണ്ടായിരുന്നു. കള്ളനെ വേറെ ഏതോ ഒരു കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കള്ളൻ 5, 10, 15 ഭവനവേദനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഹിസ്റ്ററി പറഞ്ഞപ്പോൾ അതിൽ സ്റ്റാലിൻ ദേവന്റെ വീട്ടിൽ പോയതും അവിടെ നിന്ന് സ്വർണം കട്ടതുമെല്ലാം ഇദ്ദേഹം തത്ത പറയുന്നത് പോലെ പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാരാണ് സ്റ്റാലിൻ ദേവന്റെ വീട്ടിൽ പോകുന്നതും എൻ്റെ വീട്ടിൽ വരുന്നതും എങ്ങനെ അവർ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതും. അങ്ങനെ തൊണ്ടി മുതൽ കണ്ടെത്തിയതിനു ശേഷം അതിൻ്റെതായിട്ടുള്ള ലീഗൽ വർക്കുകളെല്ലാം ചെയ്തതിനു ശേഷം ഈ തൊണ്ടി മുതൽ സ്റ്റാലിൻ ദേവന്റെ ഭാര്യയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് അന്യായമല്ലേ? ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് 10 വർഷം മുമ്പ് മേടിച്ചത്, എന്നിട്ട് ഇപ്പോൾ അതിന്റെ വാല്യൂ 5 ലക്ഷം രൂപയാണ് അതിന്റെ വാല്യൂ. എന്റെ 5 ലക്ഷമാണ് നിങ്ങൾ എന്റെ കയ്യിൽ നിന്നെടുത്ത് സ്റ്റാലിൻ ദേവന് കൊടുത്തിരിക്കുന്നത്. എന്ത് മര്യാദ, എന്ത് ന്യായം എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞത് തൊണ്ടി മുതൽ അതിന്റെ ഉടമസ്ഥന്റേതാണ്. അത് നിങ്ങൾ 10 വർഷം യൂസ് ചെയ്താലും ശരി, 50 വർഷം യൂസ് ചെയ്താലും ശരി, തൊണ്ടി മുതൽ തന്നെയാണ്, അതിന്റെ ഉടമസ്ഥനിലേക്കാണ് അത് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇറക്കി വിട്ടു. അപ്പോൾ ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഈ മാലമോഷണ കേസുമായിട്ടുള്ള വിഷയത്തെ നമ്മൾ മുനമ്പം വഖഫുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മാല നഷ്ടപ്പെട്ടിട്ടുള്ള സ്റ്റാലിൻ ദേവന്റെ ഭാര്യയുടെ സ്ഥാനത്താണ് ആമിനാബായി 404 ഏക്കർ അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടു. ഇവരുടെ മാല മോഷ്ടിച്ചെടുത്തിട്ടുള്ള കള്ളന്റെ സ്ഥാനത്താണ് ഈ പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന അഡ്വക്കേറ്റ് MV പോൾ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ മാല മോഷ്ടിച്ചിട്ടുണ്ടായിരുന്ന കള്ളൻ അത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നത് ജ്വല്ലറിയിലായിരുന്നു. ആ ജ്വല്ലറിക്കാരുടെ സ്ഥാനത്താണ് സീറോ മലബാർ സഭയും രൂപതക്കാരും. കാരണം MV പോള് അവരടുത്ത് കൊണ്ടുപോയിട്ടാണ് ഈ സ്വത്തിനെ വിൽക്കേണ്ട വിഷയം ഡിസ്കസ് ചെയ്യുകയും ക്രിസ്ത്യാനികളെ മാത്രം തെരഞ്ഞു വിളിച്ച് ക്രിസ്ത്യാനികൾക്ക് വിൽക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പരസ്യമാക്കാതെ വിൽക്കുകയും ചെയ്തു. ഒരു മുസ്ലിമിന് അവിടെ ഒരു സുജൂദ് ചെയ്യാൻ ഒരു 10 അടി സ്ഥലം പോലും അദ്ദേഹത്തിന്റെ ഇല്ല എന്നും ഇവിടെ
എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി തൊണ്ടി മുതൽ വാങ്ങിയവരുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് ഈ നെക്ലേസ് മോഷണ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, തൊണ്ടി മുതൽ വാങ്ങിച്ചിട്ടുള്ളത്, അത് തൊണ്ടി മുതൽ എന്നറിയാതെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 1 ലക്ഷം രൂപയ്ക്ക് ഞാനാണല്ലോ ആ നെക്ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ 10 പൈസ പോലും കോമ്പൻസേഷൻ നൽകാതെ ആ നെക്ലേസ് അവർ വാങ്ങിയെടുക്കുകയും എന്നെ ഇറക്കി വിടുകയും ചെയ്തിരിക്കുന്നു. ഇതേ ലോജിക്ക് അല്ലെങ്കിൽ ഇതേ നിയമം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള മുനമ്പം വഖഫിലും ശരിയായിട്ട് നടപ്പാക്കേണ്ടത്. നിയമം നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടി മുതൽ വാങ്ങിയിട്ടുള്ളവർക്ക് ഒന്നുമില്ല, അത് ആ തൊണ്ടി മുതലിന്റെ ഉടമസ്ഥയെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. തൊണ്ടി മുതൽ അഥവാ കളവ് മുതൽ വാങ്ങിക്കുന്നത് നിയമദൃഷ്ട്യാ കുറ്റമാണ്. അത്തരത്തിൽ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറ്റക്കാരാണ്. കയ്യിൽ പണമുണ്ടെന്ന് കരുതി എല്ലാം വാങ്ങിക്കൂട്ടാൻ നിയമം അനുവദിക്കുന്നില്ല. വാങ്ങിക്കുന്നതിന് മുൻപ് അത് കളവ് മുതലാണോ, വഞ്ചിക്കപ്പെട്ടിട്ടുള്ള മുതലാണോ, അതോ വഖഫിന്റെ മുതലാണോ എന്ന് അന്വേഷിക്കേണ്ട ധാർമ്മികമായതും നിയമപരമായതുമായ ഉത്തരവാദിത്വം വാങ്ങുന്ന വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. അത് കണക്കാക്കി വേണം അദ്ദേഹം വാങ്ങിക്കാൻ. അല്ലാതെ ഇദ്ദേഹം അതൊന്നും ചെക്ക് ചെയ്യാതെ അന്വേഷിച്ചറിയാതെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരിലേക്ക് മടക്കപ്പെടും എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് സ്റ്റാലിൻ ദേവൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. ഈ സ്വത്ത് ഒരു തൊണ്ടി മുതലാണ്, ഇനി അതിന് ഒരു തൊണ്ടി മുതലാണെന്നും ഇത് ആമിന ബായിക്ക് ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറയാൻ സ്റ്റാലിൻ ദേവന് ചങ്കൂറ്റമുണ്ടോ? ഇതാണ് ചോദ്യം. താൻ തന്നെയല്ലേ കണ്ടുപിടിച്ചത് ഇത് അവരുടെ പ്രോപ്പർട്ടി ആണെന്നുള്ളത്. അപ്പോൾ ലോക നിയമം അനുസരിച്ചിട്ട് തൊണ്ടി മുതൽ ആരതാണോ അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിച്ചിട്ട് ശേഷം അത് തൊണ്ടി മുതൽ ഇന്നാളതാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് അത് മടക്കപ്പെടണം. അപ്പോൾ അങ്ങനെ പറയാൻ സ്റ്റാലിൻ ദേവന് ധൈര്യമുണ്ടോ? സ്റ്റാലിൻ ദേവന് നട്ടലുണ്ടോ? സ്റ്റാലിൻ ദേവൻ ചങ്കൂറ്റത്തോടു കൂടിയിട്ട് തനിക്ക് പറയാൻ ധൈര്യമുണ്ടോ? അതേപോലെ തന്നെ സ്റ്റാലിൻ ദേവനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ ചാനലുകാർ, കാസ, ജനൻ TV, മറുനാടൻ, ABC, ഷെയ്ഖിന ചാനൽ, ഇവർക്കൊക്കെ ചങ്കൂറ്റമുണ്ടോ? നിങ്ങളല്ലേ സ്റ്റാലിൻ ദേവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? സ്റ്റാലിൻ ദേവൻ പറഞ്ഞതിന് അതിനെ വള്ളിയും പുള്ളിയും കോമയും ഫുൾ സ്റ്റോപ്പും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഈ തത്വം കട്ട മുതൽ തൊണ്ടി മുതൽ അതിന്റെ ഉടമസ്ഥയ്ക്ക് പോകേണ്ടതാണ്, ഇത് ആമിന ബായിയുടെ സ്വത്താണ്, അവർക്ക് പോകേണ്ടതാണ് എന്ന് പറയാൻ ഈ ചാനലുകാർക്ക് ആർക്കെങ്കിലും നട്ടലുണ്ടോ? പക്ഷേ അത്തരത്തിലൊരു പ്രവൃത്തി മുനമ്പത്തെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യ മനസാക്ഷി അനുവദിക്കുകയില്ല. കാരണം അവിടെ നമുക്കറിയാം ക്ലബ് മഹീന്ദ്രയും ഒരുപാട് റിസോർട്ടുകളും വമ്പൻ സ്രാവുകൾ മാഫിയകൾ അവിടെ ഉണ്ട്. എന്നിരിക്കെ തന്നെ അവിടെ സ്വന്തം ആയുഷ്കാലം മുഴുവൻ ഊറ്റി ഉറുമ്പി ഉണ്ടാക്കിയിട്ടുള്ള പണം കൊടുത്തുകൊണ്ട് ഇത് തൊണ്ടി മുതലാണെന്ന് അറിയാതെ കബളിപ്പിക്കപ്പെട്ട് ആ സ്ഥലങ്ങൾ വാങ്ങിച്ചെടുത്തിട്ടുള്ള 5, 10, 15, 20 സെന്റുകൾ വാങ്ങിച്ചിട്ട് ദരിദ്രരായിട്ടുള്ള, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്ക് നീതി ലഭിക്കണം. അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് പകരം സർക്കാരിന് വളരെ എളുപ്പത്തിൽ ഇവരെ പുനരധിവസിപ്പിക്കാൻ കഴിയും. എങ്ങനെയെന്നാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി, സർക്കാരിന്റെ പുറംപോക്ക് ഭൂമി ഈ മുനമ്പം ഏരിയയിൽ തന്നെ ആളുകൾ കയ്യേറി എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്ത് തന്നെ സർക്കാരിന്റെ ഒരുപാട് പുറംപോക്ക് ഭൂമികൾ, സർക്കാരിന്റെ ഭൂമികൾ മുനമ്പം ഏരിയയിൽ തന്നെ ആളുകളുണ്ട്. അതിൽ നിന്ന് 1 ഫേസ്, 2 ഫേസ്, 3 ഫേസ് എന്നുള്ള രീതിയിൽ ഓരോ ഭാഗത്തും 50 ഏക്കറോ 60 ഏക്കറോ വീതം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് വളരെ ഈസി ആയിട്ട് കഴിയും. അതിലേക്ക് ഫാറൂഖ് മാനേജ്മെന്റിന്റെ പൈസയും വാങ്ങിക്കേണ്ടതുണ്ട്. ഈ പ്രോപ്പർട്ടിയെ അന്യാധീനപ്പെടുത്തി നശിപ്പിച്ചിട്ടുണ്ടായിരുന്ന MV പോളിന്റെ സന്താനങ്ങളുടേതാണ് അവിടെയുള്ള റിസോർട്ടുകളും അവരുടെ സ്വത്തുക്കളും ഒക്കെ. അതിനെ കണ്ടുകെട്ടേണ്ടതും അതിൽ നിന്ന് ഈ ഡെവലപ്മെന്റിലേക്ക് വേണ്ടിയിട്ട് പൈസ ഈടാക്കേണ്ടതുമുണ്ട്. അങ്ങനെ ഈടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 404 ഏക്കറിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. കാരണം ഹൈക്കോർട്ട് ഓർഡർ 600/1971 സർവേ നടത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് 135 ഏക്കറേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 100 ചില്ലാനം ഏക്കർ കണ്ടുപിടിക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും ഗവൺമെന്റിന് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഇവരെ പുനരധിവസിപ്പിക്കാനും കഴിയും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഈ സ്വത്ത് വഖഫായി നിലനിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവിടെ ഫീസില്ലാതെ പഠിക്കാനും കുറഞ്ഞ ഫീസിന് പഠിക്കാനും സാധിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങളാണ് അവിടെ വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കുന്ന പല സംരംഭങ്ങളും
സത്യസന്ധമായ രീതിയിൽ ഈ ബാറും ഡാൻസും പിന്നെ റിസോർട്ടുകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിന്റെ മാർഗത്തിലുള്ള നല്ല തരത്തിലുള്ള സെറ്റപ്പുകൾ അവിടെ ഉണ്ടാവുകയും അതിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിന് പുറത്തുള്ളവർക്കും പ്രയോജനമുണ്ടാകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. പകരം രണ്ട് സമുദായങ്ങൾ ഒരു നായക്ക് ഒരു എല്ല് കിട്ടിയതുപോലെ പരസ്പരം തല്ലുകൂടുന്നതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വത്ത് ഡെവലപ്പാവുകയും അതുകൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനമുണ്ടാവുകയും ഈ സ്വത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവരുടെ സ്വത്തിന് പകരം അതിനെ പുനരധിവസിപ്പിക്കുമ്പോൾ അവർക്ക് അതിന് പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. മരടിലൊക്കെ 1.5 കോടി രൂപയ്ക്ക് ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് അവസാനം കിട്ടിയത് 40 ലക്ഷം രൂപയാണ്. അപ്പോൾ അത്തരത്തിൽ വാങ്ങിച്ചിട്ടുള്ള അവരുടെ ആൾക്കാർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാതെ അവർ വാങ്ങിച്ചിട്ടുള്ള അവരുടെ മണി വാല്യൂ ഈക്വലന്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു പുനരധിവാസം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം പ്രയോജനം ചെയ്യും എന്നൊരു അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.